നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമ ഹിന്ദു വിരുദ്ധമാണെന്ന സംഘ് പരിവാർ വിമർശനവും തുടർന്ന് സിനിമയ്ക്ക് 24 വെട്ട് വേണ്ടി വന്നതിനും പിന്നാലെ നിർമ്മാതാവ് ഗോകുലം ഗോപാലനെ റെയ്ഡ് ചെയ്തത് പതിവ് നടപടിയെന്ന് വിശ്വസിക്കാനാകുമോ? ഗോകുലത്തിന്റെ അടിവേര് ചികഞ്ഞുള്ള ED അന്വേഷണം നീണ്ടത് ഒരു പകലും രാവും. ഗോകുലം ഗോപാലനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്ത് ED 1.5 കോടി രൂപ കണ്ടെത്തി. 593 കോടി രൂപയുടെ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനവും. ഗോകുലം ഗോപാലന്റെ ചിട്ടി ഇടപാടിലേക്കുള്ള അന്വേഷണമായിരുന്നുവെങ്കിലും റെയ്ഡ് നടക്കുമ്പോൾ RSS മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? എമ്പുരാനിൽ മുടക്കിയ പണത്തിനുള്ള വിദേശ ബന്ധം അന്വേഷിക്കുന്നുവെന്ന് ഓർഗനൈസർ. തൊട്ടു പിന്നാലെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഇതും പഴയ കേസിന്റെ തുടർച്ചയാണെങ്കിലും എല്ലാം ഇതേ സമയത്ത് ഒത്തുവരുന്നത് എമ്പുരാൻ എഫക്റ്റോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ RSS സഹയാത്രികൻ ശ്രീ EN നന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ്, തിരക്കഥാകൃത്ത് ശ്രീ ബിനു കിരിയത്ത്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ EN നന്ദകുമാർ, കേന്ദ്ര ഏജൻസികളുടെ പതിവ് നടപടിക്രമം, ഒരന്വേഷണത്തിന്റെ തുടർച്ച എന്നൊക്കെ പറഞ്ഞൊഴിയാൻ പറ്റുമെങ്കിലും ഇതേ സമയത്ത് ഈ എമ്പുരാൻ വിവാദമുണ്ടായതിന് തൊട്ടു പിന്നാലെയല്ല, എമ്പുരാൻ വിവാദം ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു റെയ്ഡ് ED ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇടപാടുകളിലേക്കും പോയതും അതിന് പിന്നാലെ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയതും ഇത് പതിവ് നടപടിക്രമം എന്ന് മാത്രം പറഞ്ഞൊഴിയാൻ കഴിയുമോ? ഇതൊരു എമ്പുരാൻ എഫക്റ്റ് തന്നെയല്ലേ? അല്ല മഞ്ജുഷ, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം EDയുടെ കൃത്യമായിട്ടുള്ള പ്രസ് റിലീസുണ്ട്. ആ പ്രസ് റിലീസിൽ പറയുന്നത് 371.80 കോടി ഉറുപ്പിക ക്യാഷായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ക്യാഷിൻ്റെ കണക്ക് 371.80 അത് ചെക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 220.74. ഇത്രയും പണം കൊണ്ടുവരിക എന്നുള്ളത് സാധാരണ നിലയ്ക്ക് എളുപ്പമല്ല. എന്ന് മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ നവംബർ മാസം തുടങ്ങിയിട്ടുള്ള അന്വേഷണം നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനിമ പിടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. കാരണം ഈ സിനിമ ഒരു വലിയൊരു വിഷയമല്ല. കാരണം എമ്പുരാൻ സിനിമ ഞാൻ കണ്ട സിനിമയാണ്. എമ്പുരാൻ സിനിമയ്ക്കകത്ത് എനിക്ക് എമ്പുരാൻ സിനിമ ഒരു സിനിമയായിട്ട് പോലും എനിക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത്രയും ഒരു മോശപ്പെട്ട സിനിമയുടെ സംവിധാനത്തിന് പുരസ്കാരം കൊടുത്തു തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കൊടുത്താൽ ഏറ്റവും മോശപ്പെട്ട സിനിമയുടെ പുരസ്കാരം കൊടുക്കാവുന്നത് പൃഥ്വിരാജിനാണ്. അതേപോലെ തന്നെ ഇതിനകത്തൊരു തിരക്കഥയുള്ളതായിട്ട് എനിക്കറിയില്ല, ഇതിനകത്തൊരു കഥയുള്ളതായിട്ട് നിശ്ചയമില്ല. ഇത് കേവലം ആരെയൊക്കെയോ വിമർശിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഈ സിനിമയുടെ വരുമാനത്തെ സംബന്ധിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഈ സിനിമയുടെ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞത് ആകെ വന്ന് 230.7 കോടി റുപ്യയാണ് വരുമാനം വന്നത്. അതിൽ വിദേശത്ത് നിന്ന് വന്നത് 98.7 കോടി റുപ്യയാണ് വന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ 132 കോടി റുപ്യയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാവയുടെയും സിക്കന്ദറിൻ്റെയും വിദേശ കളക്ഷൻ മൊത്തം കളക്ഷൻ്റെ 10-20% നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ ഈ സിനിമയ്ക്ക് ഇത്രയും വിദേശ കളക്ഷൻ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഇത് യഥാർത്ഥമായിട്ട് കിട്ടുന്ന കളക്ഷൻ അല്ല. ഞാൻ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എറണാകുളത്ത് ഏറ്റവും പ്രമുഖമായിരിക്കുന്ന തിയേറ്ററിൽ 50% പോലും സീറ്റുകൾ കാലിയായിട്ട് കിടക്കുകയാണ്. സിനിമ കാണാനായിട്ട് ആളില്ല. പക്ഷേ സിനിമയിൽ എല്ലാ ടിക്കറ്റും വിറ്റുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം ഇവിടെ ചില സിനിമകൾ നടക്കുന്ന സമയത്ത് കേരളത്തിൽ, മലയാളത്തിൽ സിനിമാ തിയേറ്ററുകൾ വാടകയ്ക്കെടുക്കുന്ന ചില പരിപാടികൾ ചില നിർമ്മാതാക്കന്മാരെ സംബന്ധിച്ചുണ്ട്. ആ തരത്തിൽ സിനിമാ തിയേറ്ററുകൾ വാടകയ്ക്കെടുത്തതാണോ എന്നുള്ളത് സംശയം വരാവുന്നതാണ്. എനിക്കതിന് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സിനിമ കാണാൻ കയറിയുള്ള തിയേറ്ററിനകത്ത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ ചായ വിൽക്കുന്ന ആൾ പറഞ്ഞത് ഇൻ്റർവെൽ സമയത്ത് വെറും 10 ചായയാണ് പോയെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ചായ കുടിക്കാൻ പോലും ആളില്ലാത്ത രീതിയിൽ സിനിമ കാണാനായിട്ട് ആളുകളില്ല എന്നുള്ളതാണ് വസ്തുത. ആ തിയേറ്ററിൽ നിന്ന് മൊത്തമുണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണം 29 പേര് മാത്രമാണ്. ഞാനത് ഇൻ്റർവെൽ സമയത്ത് എണ്ണിയതാണ്. എന്ന് വെച്ചാൽ സിനിമ കാണാനായിട്ട് ജനങ്ങൾ വരുന്നില്ല,
ആരും വരുന്നില്ല, മറിച്ച് സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ്. 200 കോടി ക്ലബിൽ കയറിയ ഒരു സിനിമയെ കുറിച്ചാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്. 200 കോടി ക്ലബ്ബ് മറികടന്നു, അതിനപ്പുറം എത്തിയ ഒരു സിനിമയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല ശ്രീ ഇ എൻ നന്ദകുമാർ, മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു, ഇതിന് എമ്പുരാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിനും അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിലുമെന്ന്. പക്ഷേ ഈ റെയ്ഡും ചോദ്യം ചെയ്യലും നടക്കുന്ന സമയത്ത് ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനമുണ്ട്, RSSന്റേതാണല്ലോ. അതിൽ വന്ന ലേഖനത്തിൽ കൃത്യമായിട്ട് ഈ എമ്പുരാൻ സിനിമയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ റെയ്ഡ് എന്ന് പറയുന്നുമുണ്ട്. അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈസ് ക്വസ്റ്റനിങ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഫിലിം പ്രൊഡ്യൂസർ ഓഫ് ദ കോൺട്രവേഴ്സ്യൽ മൂവി എമ്പുരാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ചോദ്യം ചെയ്യലെന്നും. അതിന് മുമ്പ് അതിന്റെ ഹെഡിങ് തന്നെ എമ്പുരാൻ നോ ദ LTTE കണക്ഷൻ ആൻഡ് വൈ ഗോകുലം ഗോപാലൻ ഈസ് അണ്ടർ ED സ്കാനർ എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ദ പ്രോബ് ഹാസ് സ്പാർക്കിൾഡ് സസ്പിഷൻസ് അബൌട്ട് ദ ഫണ്ടിങ് ഓഫ് എമ്പുരാൻ, എ ഹൈലി ആന്റിസിപ്പേറ്റഡ് മലയാളം ഫിലിം. ഇനിഷ്യലി എമ്പുരാൻ വാസ് ബാക്ക്ഡ് ബൈ ലൈക്ക പ്രൊഡക്ഷൻസ്, എ കമ്പനി ഫൗണ്ടഡ് ഇൻ 2014 ബൈ ബ്രിട്ടീഷ് സിറ്റിസൺ ആൻഡ് ശ്രീലങ്കൻ ബോൺ സുഭാസ്കരൻ Ali Raja. Allegations have linked Laika Productions to the banned Sri Lankan Tamil militant group LTTE and jihadi organizations abroad. However, the company withdrew from Emburan and Gokulam Gopalan later took over its production. Authorities are now investigating whether the ഫിലിംസ് ഫണ്ടിങ് ഇൻവോൾവ് ക്വസ്റ്റ്യനബിൾ ഫിനാൻഷ്യൽ ഡീലിംഗ്സ് എന്നുള്ളതാണ്. അപ്പോൾ എമ്പുരാനിലേക്കാണ് ഈ അന്വേഷണം പോയിരിക്കുന്നത് എന്നുള്ളതാണല്ലോ ഓർഗനൈസറിൽ അതേ സമയത്ത് തന്നെ വന്നിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു ലിങ്കും എമ്പുരാനുമായിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ല, ED നടത്തുന്ന അന്വേഷണത്തെ കുറിച്ച് EDയുടെ പ്രസ് റിലീസിനാണ് പ്രാധാന്യം, ഓർഗനൈസർ വാർത്തയ്ക്കല്ല. EDയുടെ പ്രസ് റിലീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് കള്ളക്കണക്കിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിദേശത്ത് നിന്ന് ആർക്ക് ഇയാൾക്കാർ അധികാരം കൊടുത്ത് 370 കോടി രൂപ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 220 കോടി രൂപ ഇയാൾ ചെക്കായിട്ട് കൊണ്ടിരുന്നു. ഇത് ചിട്ടി കമ്പനിയുടെ പേരിലാണ് കൊണ്ടിരുന്നത്. ഈ പണം കൊണ്ടുവന്നിട്ട് ഇയാൾ സിനിമയിലേക്ക് ഉപയോഗിച്ചില്ലെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും അത്തരത്തിൽ അവിഹിതമായിട്ട് പണം ഇവിടെ കൊണ്ടുവരുന്ന ആളുകൾ ആരാണെങ്കിലും അവരുടെ പേരിലല്ല പ്രശ്നമുള്ളത്. നിങ്ങൾ സാധാരണ ഒരു മുസ്ലിമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരും, അതുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞുതരും. ഗോകുലം ഗോപാലേട്ടൻ തന്നെ വിളിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലും പലരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ആര് കൊണ്ടെന്നാലും കള്ളപ്പണം, ആര് കൊണ്ടെന്നാലും കള്ളപ്പണം തന്നെയാണ്. സിനിമയെ സംബന്ധിച്ച് ഒരു സിനിമ അല്ലാതെ കണ്ട് നിർമ്മിച്ചിരിക്കുന്ന സാധനം സിനിമയല്ലാതെ. എമ്പുരാൻ ഒരു സിനിമയുടെ യാതൊരു നിലവാരവും പുലർത്തുന്നില്ല എന്നുള്ളവർ നിരവധി സിനിമകൾ കണ്ടിട്ടുള്ള ആള് എന്നുള്ള എനിക്ക് ഉറപ്പായിട്ട് എന്നെ സംബന്ധിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇന്ന് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും സംഘ് പരിവാറിനെതിരെയും എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടൻ കേന്ദ്ര ഏജൻസി വീട്ടിലെത്തുമെന്ന്. പക്ഷെ ഇവിടെ ശ്രീ ഇ എൻ നന്ദകുമാർ പറയുന്നു എമ്പുരാൻ സിനിമയുടെ വിവാദവുമായിട്ട് ഒരു ബന്ധവും ഗോകുലം ഗോപാലിനെ ED റെയ്ഡ് ചെയ്തതിൽ ഇല്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ഇടപാടുകൾ സംശയകരമായിരുന്നു. അവിടെ ED എത്തി. ED വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം കണ്ടെത്തി, പണം പിടിച്ചെടുത്തു. 1.5 കോടി രൂപ ക്യാഷായിട്ട് തന്നെ പിടിച്ചെടുത്തുവല്ലോ. ED അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കുന്നു ഇത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡാണെന്ന്, ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന്? നിജേഷിലേക്ക് വരാം. അതിനു മുമ്പ് രാഹുൽ ഈശ്വർ, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് എമ്പുരാൻ എഫക്റ്റ് ആണെന്ന്? ശ്രീ മഞ്ജുഷ്, ഒരുപക്ഷെ നേരത്തെ തുടങ്ങിയ പ്രോസസ്സുകളായിരിക്കാം. കാര്യം ശ്രീ ഗോകുലം ഗോപാലിന് നേരത്തെ കേസുണ്ട് എന്നൊരു കാര്യം നമ്മൾ കേൾക്കുകയുണ്ടായി. ശ്രീ പൃഥ്വിരാജിന് കഴിഞ്ഞ മാസം മാർച്ച് 29-നാണെന്നാണ് എന്റെ ധാരണ. ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള നോട്ടീസ് ആണെന്നാണ് ഇൻകം ടാക്സിലെ ആൾക്കാർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സോഷ്യലായിട്ട് ഒരു അവയർനെസ് കൂടിയുള്ള ED ആണെങ്കിലും ഇൻകം ടാക്സ് വകുപ്പ് ആണെങ്കിലും ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ കുറെ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. കാര്യം നമ്മുടെ ഏജൻസികളെ വിശ്വസിച്ചാണ് നമ്മുടെ നാട്ടുകാരെല്ലാം ജീവിക്കുന്നത്. നമ്മുടെ ഏജൻസികളാണ് ഒരർത്ഥത്തിൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ, നമ്മുടെ ED, നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ പോലീസ്, നമ്മുടെ പട്ടാളം, ഇവരെല്ലാമാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ്. ഓരോ 5 വർഷം കൂടുമ്പോഴും രാഷ്ട്രീയം മാത്രമാണ് പലപ്പോഴും മാറുന്നത്. അപ്പം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതോ സ്റ്റേറ്റ് എന്ന് ഒരർത്ഥത്തിൽ പറയുന്നതോ ഈ ഏജൻസികളും അവരുടെ പ്രവർത്തകരും അവരുടെ പ്രവർത്തനവും ഒക്കെയാണ്. അപ്പൊ EDയെ വ്യാപകമായി മിസ്യൂസ് ചെയ്യുന്നു, NIA വ്യാപകമായി മിസ്യൂസ് ചെയ്യുന്നു എന്ന് വിമർശനമുള്ള ഒരു സിനിമയിൽ, ആ സിനിമ ഇറങ്ങി ഒരാഴ്ചക്കുള്ളിൽ സമാനമായ ഒരു കാര്യം വരുമ്പോൾ കുറെ കൂടെ അവധാനതയും ശ്രദ്ധയും ഇത്തരം കാര്യത്തിൽ കൊണ്ടുവരാമായിരുന്നു.
അവിടെയാണ് ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ അവരെ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല. കാര്യം ED കുറിച്ച് വരുമെന്ന് നമ്മുടെ വലതുപക്ഷത്ത് ചില സുഹൃത്തുക്കൾ മുമ്പേ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പൃഥ്വിരാജിനെ കുറെ കൂടെ വലിയ താരമാക്കുകയുള്ളൂ. പൃഥ്വിരാജിനെ ഇനി അറസ്റ്റും കൂടെ ചെയ്താൽ അതിൽ നമ്മുടെ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്തതുപോലെ പൃഥ്വിരാജ് കുറെ കൂടെ ഹീറോയിൽ നിന്ന് സൂപ്പർ ഹീറോ പരിവേഷം കിട്ടി വരികയും ചെയ്യും. സിദ്ധമല്ല, ഹിന്ദുത്വ വിരുദ്ധമാണ്. ഇത് രണ്ടാണ്. എമ്പുരാൻ സിനിമയുടെ പിന്നിലുള്ള ആൾക്കാരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണല്ലോ. അപ്പൊ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലൈനാണ്. പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞപ്പോൾ പൃഥ്വിരാജിനെതിരെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വി മുരളീധരൻ ഇന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇത് മുൻപത്തെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു എന്നാണ്, അതിൽ പുതിയതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഈ സമയം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ 3 സിനിമകളുടെ വരുമാനത്തെക്കുറിച്ചുള്ള ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം 2022 തുടങ്ങിയതാണ്. പക്ഷേ സമീപകാലത്തൊന്നും അത് കേട്ടിരുന്നില്ല. പെട്ടെന്ന് ഈ നോട്ടീസ് വരുന്നു. അപ്പോൾ അതൊരു മുന്നറിയിപ്പിന്റെ രീതിയിലാണല്ലോ ഇതെല്ലാം. എന്തെങ്കിലും കേന്ദ്രത്തിനെതിരെ സംശയിച്ചു കഴിഞ്ഞാൽ ഏജൻസികൾ വന്നു കഴിഞ്ഞു എന്ന ഒരു സന്ദേശം നൽകലായിട്ട് പൊതുവെ അത് ഫീൽ ചെയ്യും അല്ലേ? അല്ല, അങ്ങനല്ല, പൂർണ്ണ അർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല. കാര്യം കേസ് മുമ്പേ ഉണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോ ജനറേറ്റഡ് ആണ്, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. മാർച്ച് 29 ശേഷം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടാണ് ഇത് പോയത് എന്നൊക്കെയാണ് അവരുടെ വിശദീകരണവും മറ്റും വന്നിരിക്കുന്നത്. പക്ഷേ ഏജൻസികൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ഈ ഏജൻസികളെ വിശ്വാസം ഒരു രാജ്യത്തിന് ആവശ്യമാണ്. രാഷ്ട്രീയ പാർട്ടികളെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാം. പക്ഷേ ഏത് ഏജൻസി ആണെങ്കിലും, പോലീസ്, ED, NIA, IB, ഇതെല്ലാം നമ്മുടെ സ്റ്റേറ്റിന്റെ, നമ്മുടെ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണ ചക്രത്തിന്റെ ഭാഗമാണ്. അതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാനുള്ള ബാധ്യത, ബിലീവ് ചെയ്യിപ്പിക്കാനുള്ള ബാധ്യത കൊണ്ട് ആ ഏജൻസീസിനുണ്ട്. ചിലപ്പോഴെങ്കിലും മിസ്യൂസ് ചെയ്യരുത്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊക്കെ അത് കണ്ടുമ്പോൾ ഓർക്കുമ്പോൾ 1,76,000 കോടി 2G സ്പെക്ട്രത്തിൽ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് ഞാനൊക്കെ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ അണ്ണാ ഹസാരയുടെ മൂവ്മെന്റിനൊക്കെ ദിവസങ്ങളോളം പോയി കിടന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രക്ഷോഭം നയിച്ചു. പിന്നീട് CBIക്കാർ പറഞ്ഞു 31,000 കോടി രൂപയുടെ അഴിമതിയാണ്. അവസാനം കോടതി 2018 തോറ്റിട്ട് 7 വർഷമായിട്ട് അപ്പീല് പോലും കൊടുത്തില്ല. അപ്പം പിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. 1,76,000 കോടി രൂപ എന്റെ നാട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി ഒരു ഗാന്ധിയുടെ രൂപത്തിൽ ഒരു വീണ്ടും വരികയാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദിവസം സാലറി കളഞ്ഞ് ലീവൊക്കെ എടുത്ത് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു അപ്പീല് കൊടുത്തിട്ടില്ല. മഞ്ജു ഷോർമ കാണും അന്നത്തെ വലിയ ശരി. ശ്രീ വിനു കിരീത്, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ED ഇപ്പോൾ ഈ എമ്പുരാനെ തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വായടപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റെയ്ഡാണോ നടത്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും ഇതിപ്പോൾ എമ്പുരാനെതിരെയാണോ എന്ന് ചോദിച്ചാൽ ആണെങ്കിലും അല്ലെങ്കിലും രണ്ടായാലും ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ജനങ്ങൾക്ക് പോലും ആശങ്കയുണ്ട്, ഇത് എവിടെ നിന്നെല്ലാം ഫണ്ട് വന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് നമ്മുടെ രാജ്യസ്നേഹികളായിട്ടുള്ളവർ മുഴുവൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്വേഷണം മാത്രമേ ഉള്ളൂ. ഓടിച്ചെന്നിട്ട് പണ്ട് സാംബശിവനെ പിടിച്ച് ജയിലിലിട്ട പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞതിൻ്റെ പേരിൽ 10 മാസം സാംബശിവൻ കിടന്നു. ഇതല്ല. ഇങ്ങനെ ഒരു രാജ്യത്തിനെതിരായിട്ട് അതിനകത്ത് ഒരുപാട് ആ കഥയിലത്തെ ഹിസ്റ്ററിയെ വളച്ചൊടിച്ച കഥയായതുകൊണ്ടും അതിനകത്ത് ആഭ്യന്തരമന്ത്രിയെ വരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വന്ന സ്ഥിതിക്ക് ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു, വിദേശത്ത് നിന്ന് വന്ന ഫണ്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്വേഷിച്ചിട്ട് കുറ്റം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത് കുറ്റാരോപിതരെന്ന് ഇപ്പോൾ വരെ കുറ്റാരോപിതരെന്ന് പോലും പറയുന്നില്ല. അന്വേഷിച്ചു 1.5 കോടിക്കകത്ത് എന്തോന്നും ഒരു എമൗണ്ട് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ചിട്ടി കമ്പനിയെ കുറിച്ചുള്ള അന്വേഷണം എന്നാണ് ED പറയുന്നത്. ഈ ചിട്ടി കമ്പനി വഴിയാണല്ലോ പണം വരുന്നത്. നോക്കൂ, മലയാളത്തിലെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം ഇതുവരെ ഉള്ളതിൽ അത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഫണ്ട് വല്ലവരും സഹായിച്ചിട്ടുണ്ടോ? കാരണം രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ചരിത്രത്തിനെ തിരുത്തി കുറിച്ചപ്പോൾ ഫണ്ട് വന്നോ എന്ന് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ നിയമം എല്ലാവർക്കും ഉള്ളൂ. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഈ പടം ഓടണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഗോകുലം ഗോപാലനായാലും അവിടെ മഞ്ജുഷായാലും വിനു കിരീത്തായാലും രാഹുൽ ഈശ്വരൻ ഇവിടെ ഒരു നിയമമേ ഉള്ളൂ ആർക്കായാലും. അത് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റുന്നേ? അത് ഈ സമയത്താണ് ആണെങ്കിൽ എന്താ കുഴപ്പം? ആണെന്ന് തന്നെ വെച്ചോളുന്നേ. എന്താ കുഴപ്പം എന്ന് പറയും? ഫണ്ട് വന്നോ എന്ന് അന്വേഷിക്കണം വിദേശത്ത്. കാരണം ഈ സിനിമയുടെ പീരീഡിൽ തന്നെ ചെക്ക് ചെയ്യണം. എന്താ സംശയം? അത് അല്ല, താങ്കൾ പറയുന്ന ഈ സിനിമയെ കുറിച്ച് തന്നെ അന്വേഷണം വേണമെന്നാണല്ലോ അല്ലെ? അങ്ങനെയാണ് താങ്കളുടെ നിലപാട്? എന്റെ നിലപാടല്ല. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ, ചാനലുകൾ പോലും ഈ സിനിമയിൽ നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിച്ച് ഇത് അധിക്ഷേപിക്കാനാണെന്ന് വന്നപ്പോൾ ആൾക്കാർ പോലും പറഞ്ഞല്ലോ ഇത് അന്വേഷണം, ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു, ഇത്രയും പൈസ ആരൊക്കെ മേടിച്ചു, മറ്റേതെങ്കിലും രീതിയിൽ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അല്ലാതെ മറ്റാരെങ്കിലും അക്കൗണ്ടിലേക്ക് വേറെ സോഴ്സ് വന്നിട്ടുണ്ടോ മണി,
അതൊക്കെ അന്വേഷിക്കണം. അതിലെന്താ തെറ്റെന്ന്? രാജ്യസുരക്ഷയല്ലേ വലുത്. അതിനുശേഷമേ സിനിമയും ഞാനും ഇവർ ഒക്കെ ഉള്ളൂ. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നതിൽ കേന്ദ്രം അന്വേഷിക്കുമ്പോൾ പരാതിയൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നേ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ അഭിമാനിക്കാമല്ലോ, ഞങ്ങളുടെ ഒന്നും പിടിച്ചില്ല. അന്വേഷിക്കണമല്ലോ, അതിലൊന്നും ഒരു കുറ്റവും. ഈ ഫൈനാൻസ് മേലെ ഏതൊക്കെ സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്യാറുണ്ട്. ഇവർ സിനിമയും കൂടെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായി അത് എമ്പുരാൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് എന്നെങ്കിലും അന്വേഷിച്ചാൽ പോരാ. എമ്പുരാനകത്ത് വിദേശത്ത് നിന്ന് ഫണ്ട് വല്ലതും വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കണമെങ്കിൽ ഇത് ആപ്റ്റ് ടൈമാണ്. അതിനെന്താ കുറ്റം പറയേണ്ട കാര്യം? അപ്പോൾ ഇത് ആരോ പറഞ്ഞ പോലെ എന്തു പറഞ്ഞാലും രാഷ്ട്രീയ പ്രേരിതം എന്ന് ഇവർ ഭരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ പ്രേരിതം. അതാണ് ഞാൻ നേരത്തെ സാംബശിവൻ്റെ കാര്യം പറഞ്ഞത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് അത് ഇതായിട്ടൊക്കെ മാറ്റിവെക്കാം. രാജ്യ സുരക്ഷയ്ക്ക് നഷ്ടപ്പെടുന്ന എന്ത് വന്നാലും അതിൽ മുൻകൈ എടുത്ത് അന്വേഷിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നുള്ളത് അഭിമാനിക്കുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ, ഇല്ലാത്ത പക്ഷം ഈ സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് അഭിമാനിക്കാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചിട്ടില്ല, ഒരുപാട് ചിട്ടി പൈസയൊക്കെ വിദേശത്ത് നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്ക് ഉണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ, എല്ലാം ഡിജിറ്റൽ കണക്കുകൾ വരെ കാണുമല്ലോ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 125 കോടി കൊണ്ടുപോയി അതിൻ്റെ കണക്കും അദ്ദേഹത്തിൻ്റെ കാണും. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടില്ല. പൃഥ്വിരാജിൻ്റെ ഇത് 22-ലുള്ള കേസാണ്. അതിപ്പോൾ പൊക്കി, ശരിയാണ്. 2 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴാണ് ഇടിക്ക് അത് എല്ലാം കൂടെ ഒരുമിച്ച് വന്നത്. അത് ആദായ നികുതി വകുപ്പാണ്. 3 സിനിമകളിൽ അത് നിർമ്മാണ പങ്കാളിയായിരുന്നു. അവിടെ അഭിനയിച്ചതിന് പണം വാങ്ങിച്ചില്ല. 40 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടാണോ എങ്ങനെയാണെന്നുള്ള കണക്ക് കാണിക്കണം, അത്രയേ ഉള്ളൂ. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞിരുന്നു, ED ഇവിടെ ഇടപെട്ടത് പതിവ് പോലെ. ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ, വിമർശനം ഉയർത്തി കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ റെയ്ഡുമായിട്ട് വീട്ടിൽ വരും. അതാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയുള്ള നോട്ടീസിന്റെ രൂപത്തിലും വന്നിരിക്കുന്നത് എന്ന്. എന്താണ് അങ്ങനെ ഒരു നിലപാടിന് കാരണം? പക്ഷെ ഇവിടെ പറയുന്നു, ഇപ്പോൾ വിനു പറയുന്ന കാര്യം എന്ന് പറയുന്നത് അന്വേഷണം നടക്കട്ടെ. അല്ല, അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത വലിയ ഒരു കുംഭകോണമായിരുന്നു ആദർശ് ഫ്ലാറ്റ് ഇടപാട്. മഞ്ജുഷും ഞാനും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കേൾക്കാറുണ്ടോ? വ്യാപം അഴിമതി, അതിപ്പോൾ കേട്ടിട്ടുണ്ടോ? ആസാമിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹിമന്തകുമാർ ബിശ്വ ശർമ്മയ്ക്കെതിരെ വന്ന ഏകദേശം 500 കോടി രൂപയോളം വന്ന ഒരു വലിയ അഴിമതി കേസ് പിന്നെ ചർച്ച ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് അലക്കി വെളുപ്പിച്ച ഒരുപാട് കേസുകളുണ്ട്. ആ വാഷിംഗ് മെഷീനെ പ്രൊവൈഡ് ചെയ്തത് ED ആയിരുന്നു. ഒരു ദിവസം കൊണ്ടാണ് അശോക് ചവാന്റെ നേരെയുള്ള ആദർശ കുംഭകോണം അവസാനിച്ചു പോയത്. എന്നാൽ ചില ആളുകൾ ED വന്നപ്പോൾ ധൈര്യപൂർവ്വം നിന്നു, അതിനോട് പോരടിച്ചു, ജയിലിൽ കിടന്നു. P. ചിദംബരം ഏകദേശം 100 ദിവസത്തിലധികം ജയിലിൽ കിടന്നു. കർണാടകയുടെ ഉപമുഖ്യമന്ത്രി PCC പ്രസിഡന്റ് DK ശിവകുമാർ അതിലേറെ ദിവസങ്ങൾ ജയിലിനകത്ത് കിടന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും EDയുടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഹാജരായി. ED എന്ന വണ്ടി പല മുറ്റത്തേക്കും കടന്നു വന്നിട്ടുണ്ട്. വരുന്നതിന് മുമ്പ് ചില ആളുകൾ നയം മാറ്റിയിട്ടുണ്ട്, ചില ആളുകൾ വന്നതിന് ശേഷം നയം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നിഷ്കളങ്കരായി മറുപടി പറയുന്ന ആളുകൾക്ക് ഞാൻ മറുപടി പറയാനില്ല. ഇന്ത്യയിലെ ഈ തട്ടിപ്പൊക്കെ കണ്ടുപിടിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഏതായാലും ആ കൂട്ടത്തിലേക്ക് കൊടകര കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. അങ്ങ് കോഴിക്കോട്ടുനിന്ന് ഒരു ചങ്ങാതി തുഷാർ വെള്ളാപ്പള്ളിയുടെ ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയ പണമാണ് ED പിടിച്ചത് എന്നാണ് ഏറ്റവും പുതിയ വേർഷൻ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ അന്നേ പറഞ്ഞതാണ്, എമ്പുരാൻ സിനിമ കണ്ട ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, പൃഥ്വിരാജും മോഹൻലാലും ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരും EDയുടെ വണ്ടി പ്രതീക്ഷിച്ച് ഇരുന്നോ എന്ന് ഞാനത് കുറിച്ചിട്ടുണ്ട്. അത് ഞാനൊരു സാധാരണക്കാരനാണ്, കുറിച്ചിട്ടുണ്ട്. അത് കുറിക്കാത്ത ആളുകൾ ഇല്ല. കാരണം നമ്മൾ കാണുന്ന ചരിത്രം അതാണ്. കുറച്ചു കാലമായി സംഘപരിവാർ ശക്തികൾ ഭരിക്കുന്നത് ഈ ഏജൻസിയെ വെച്ചിട്ടാണ്. ഈ ഏജൻസിയെ വെച്ചിട്ടാണ് ബിരേൻ സിംഗ് ആണെങ്കിലും ഹിമന്ത ബിശ്വ ശർമ്മയാണെങ്കിലും അശോക് ചവൻ ആണെങ്കിലും ഒരുപാട് ആളുകളെ മാറ്റി വെളുപ്പിച്ച് രാഷ്ട്രീയമാക്കിയത്. ഓപ്പറേഷൻ ലോട്ടസ് എത്രയോ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. കർണാടകയിലെ ഒരു ഭരണത്തെ തന്നെ മാറ്റിമറിച്ച ഓപ്പറേഷൻ ലോട്ടസ്. അവരൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ED വണ്ടി വരുന്നു, പണം വേണോ ഭരണം വേണോ, EDയുടെ കാര്യം പറഞ്ഞ് ജയിലിൽ കിടക്കണമോ. ഇത് BJP എത്രയോ കാലമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. നേരത്തെ ആരോ ചോദിച്ചു, പണ്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. പണ്ടൊന്നും കണ്ടിട്ടില്ല. ഇതിനെ രാഷ്ട്രീയത്തിലേക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചിട്ടായിരുന്നുവെങ്കിൽ ദീർഘകാലം ഭരിക്കാൻ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കുമായിരുന്നു. എതിരാളികളെ ഇല്ലാതാക്കലിന്റെ പേരല്ല ജനാധിപത്യം.
ജനാധിപത്യം. എതിരാളികളെ കേൾക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം. അതറിയണമെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി കുറച്ചുകൂടിയൊക്കെ നമ്മൾ വിശകലനം നടത്തണം. ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമ എന്നൊരാൾ പറയുന്നു, മറ്റൊരാൾ പറയുന്നു ആ സിനിമയ്ക്ക് കഥയില്ല, ആ സിനിമയ്ക്ക് തിരക്കഥയില്ല, ആ സിനിമയ്ക്ക് പ്രേക്ഷകരില്ല, ചായ കുടിക്കാൻ ആൾ വന്നിട്ടില്ല. അതുതന്നെ ഞാനും കണ്ടതാണ് ആ സിനിമ. 743 സിനിമ കോഴിക്കോട്ടങ്ങാടിയിൽ ഇറങ്ങുന്ന തിയേറ്ററുകൾക്കകത്തുള്ള ടിക്കറ്റ് നോക്കി എടുത്തിട്ട് പോയ ടിക്കറ്റ് കണ്ട ആളാണ് ഞാൻ. കണ്ടെടുത്ത് കോഴിക്കോട്ട് ബ്ലൂ ഡയമണ്ട് അകത്ത് ആളെ കാണാത്ത സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സംഘപരിവാർ ശക്തികൾക്ക് ഈ സിനിമ മാത്രമല്ല, നമ്മളൊക്കെ മഞ്ജുഷ് ഞാൻ മുമ്പേ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ നമ്മൾ സംഘപരിവാർ പേടിക്കുന്ന ചിലതുണ്ട്. കാരണം എന്താണ്? സംഘപരിവാർ കുറെ കാലമായി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചരിത്രമുണ്ട്. ചരിത്രമല്ല, പുതിയ കഥയുണ്ട്. ആ കഥയ്ക്ക് ചരിത്രം എന്ന് അവർ പേരിട്ടതാണ്. അത് സമീപകാലത്ത് സംഭവിച്ചതാണ്, ദീർഘകാലം മുമ്പ് സംഭവിച്ചതല്ല. അതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് ഒരു 87-ലോ 88-ലോ ആണ് 1921 എന്ന സിനിമ ഇറങ്ങിയത്. IV ശശിയാണ് സംവിധായകൻ, T ദാമോദരനാണ് തിരക്കഥാകൃത്ത്, മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. ആ സിനിമ കണ്ട് ഇറങ്ങിയ ആളുകളുടെ മനസ്സിനകത്തേക്ക് വാര്യകുന്നത്ത് കുഞ്ഞമ്മദാജി എന്നാൽ ധീരനായ ഒരു ദേശാഭിമാനിയായിരുന്നു. ബ്രിട്ടീഷ് പോലീസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുന്നു, എന്റെ കണ്ണ് കെട്ടണ്ട, എന്നെ പിറകിൽ നിന്ന് വെടിവെക്കണ്ട, എന്നെ മുന്നിൽ നിന്ന് വെടിവെച്ചാൽ മതി. ഇതൊക്കെ കേട്ട് പുറത്തിറങ്ങിയ ആളുകൾക്ക് ഒരു വല്ലാത്ത വൈകാരിക തലമുണ്ടായിരുന്നു. കൃത്യം 32 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന് പറയുന്ന ആഷിഖ് അബു ഇതേ പൃഥ്വിരാജിനെ വെച്ച് എടുക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും പോസ്റ്റർ വന്നു, വാര്യൻ കുന്നൻ അതായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം ആഷിഖ് അബു പ്രഖ്യാപിച്ചു, ഞാൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുന്നു. പൃഥ്വിരാജ് പ്രഖ്യാപിച്ചു, ഈ സിനിമ എടുക്കാത്തതിൽ എനിക്ക് പ്രയാസമുണ്ട്, പിന്മാറുന്നു. ആഷിഖ് ബാബു പിന്നീട് വിശദീകരിച്ചു, അത്രക്കേറെ വലിയ സൈബർ അറ്റാക്കാണ് ഞാൻ നേരിട്ടത്, അതുകൊണ്ട് പിന്മാറുന്നു. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് നടന്ന ചരിത്രത്തെ പുനരാവിഷ്കരിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ ചരിത്രത്തെ പുനരാവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത 15 കൊല്ലമായി അവരുണ്ടാക്കിയിരിക്കുന്ന തെറ്റായ ചരിത്രകഥകൾ നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ചരിത്രം വരുന്നതിനെയാണ് സംഘപരിവാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. എന്നെ പോലെയുള്ള ആളുകളുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് ഗുജറാത്തിലെ വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. പക്ഷേ ഈ എമ്പുരാൻ സിനിമ കാണാൻ പോയ 25 വയസ്സിന് താഴെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബജ്രംഗി ഒരു കഥാപാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നരോധപാട്യ ഒരു സംഭവമാണ്, പുതിയ സംഭവമാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു ചിന്ത വരുന്നു. അതിലേക്ക് പുതിയ രാഷ്ട്രീയത്തിനെ ഇന്നലെ അവർ വായിച്ച ആദർശ് കുംഭകോണത്തിലെ അല്ലെങ്കിൽ DK ശിവകുമാറിന്റെ അല്ലെങ്കിൽ ചിദംബരത്തിന്റെ വീട്ടിലേക്ക് വന്ന NIA-യുടെയും ED-യുടെയും വണ്ടിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് പുതിയൊരു തലമുറ അവർ പോലും ആരാധിച്ചിരുന്ന ഈ സംഘപരിവാർ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ ചിന്തിക്കും എന്ന നില വന്നപ്പോൾ അവിടെ കൃത്യമായി ഇടപെട്ടു. ആദ്യം വെട്ടിച്ചു, മുറിപ്പിച്ചു. അതിനുശേഷം ഇനി ഗോകുലഗോപാലൻ സിനിമ എടുക്കണ്ട, പൃഥ്വിരാജ് അഭിനയിക്കണ്ട എന്ന വളരെ വാശിയോടുകൂടി നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ആദ്യത്തെ 15-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വാസ്കോഡ ഗാമയുടെ പോർച്ചുഗീസുകാരെടുക്കുന്ന നിലപാടുണ്ട്, എതിർക്കുന്നവന്റെ കൈയും കാലും തലയും വെട്ടുക. അതിനുശേഷം ഡച്ച് എടുത്തതും ഫ്രഞ്ച് എടുത്തതും അവസാനം ബ്രിട്ടീഷുകാരെടുത്തതും നയം അതായിരുന്നു. ആ നയത്തിന്റെ മറ്റൊരു ആവർത്തനം മാത്രമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആവർത്തനം എടുക്കുന്നു. 2 എതിർ ശബ്ദങ്ങളെ കേൾക്കുകയല്ല, എതിർ നന്ദകുമാർ ഇതിപ്പോൾ എമ്പുരാൻ സിനിമയ്ക്ക് മുടക്കിയ ഫണ്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് എന്തായാലും ED പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആരും ഇപ്പോൾ BJP നേതാക്കൾ ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ V മുരളീധരനാണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇതൊന്നും ഇപ്പോഴത്തെ സംഭവമല്ല, മുൻ സംഭവങ്ങൾ, മുൻ കേസുകൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് എമ്പുരാന് മുടക്കിയിരിക്കുന്ന പണം കണ്ടെത്താൻ, അതിന്റെ സോഴ്സ് കണ്ടെത്താനാണെന്ന് ഓർഗനൈസറിലെ ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് തുറന്നു പറയാൻ മടിക്കുന്നു? ഇവിടെ നിജേഷ് പറയുന്നു, ഈ വണ്ടി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്, ഇവരെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്ന്, സൂക്ഷിച്ചോളാൻ. അല്ല മഞ്ജുഷെ, പ്രധാനമായിട്ട് ഇത് ഈ പറയുന്ന എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആണെന്ന് പറയുവാനുള്ള ചങ്കൂറ്റമൊക്കെ സംഘപരിവാറിനെ സംബന്ധിച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരിക്കലും സംഘപരിവാർ പുസ്തകങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെ പോലെ അല്ലല്ലോ. കോൺഗ്രസിന് വലിയ പാരമ്പര്യമാണ്. MM മുത്തയ്യയുടെ പുസ്തകം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്നറിയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കഥ വന്ന പുസ്തകമാണ് MM മുത്തയ്യയുടെ പുസ്തകം. ആ പുസ്തകം നിരോധിച്ചവരാണ് ഇവര്. അതേപോലെ തന്നെ നേരത്തെ വിനുഗിരിയത്ത് പറഞ്ഞ പോലെ സാംബശിവനെ സ്റ്റേജിൽ നിന്നാണ് ഇറക്കിക്കൊണ്ടുപോയത്. 10 മാസക്കാലാണ് അദ്ദേഹത്തെ ജയിലിലിട്ടത്. ഇവിടെ ഒന്നും ചെയ്തില്ലവരും.
ഒരാൾ പോലും എമ്പുരാൻ സിനിമയ്ക്കെതിരായിട്ട് ഒരു പ്രകടനം പോലും നടത്തിയിട്ടില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ ഒരു നേതാവും അതിനെതിരായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഇതിനെതിരായിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചിട്ട്, തെറ്റായിട്ട് ചരിത്രം എഴുതുന്നതിനെ കുറിച്ചിട്ട് ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മാത്രം വരുന്നൊരു സംഭവമാണ്. കാരണം കോൺഗ്രസിന്റെ ഞാനെന്ന് പറഞ്ഞാൽ അരുൺഷവരുടെ പുസ്തകമുണ്ട്, എമിനന്റ് ഹിസ്റ്റോറിയൻസ് ദെയർ ടെക്നിക്സ് ദെയർ ഫ്രോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണം മുടക്കിയിട്ട് ചില ചരിത്രകാരന്മാരെ കൊണ്ട് ചരിത്രം എഴുതിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ പുസ്തകത്തിന്റെ പേരാത്. എന്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ പല ചരിത്രകാരന്മാരായിരിക്കുന്ന ആളുകൾ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് പണം വാങ്ങിച്ചു, എന്നിട്ട് അവരാരും ചരിത്രം എഴുതിയില്ല. കാരണം ചരിത്രം എഴുതുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ താല്പര്യപ്രകാരമുള്ള ചരിത്രമാണ്. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് പണം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇതൊന്നും വാസ്തവത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് സത്യസന്ധമായിട്ട് 2 വർഷക്കാലത്തിന് മുമ്പ് കൊടുത്തിട്ടുള്ള നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണം നടക്കാമോ? എമ്പുരാൻ സിനിമ ഇറങ്ങിയ കാലമാണ്, ഇത് അംഗീകരിക്കാമോ? അവിടെയാണ് ബഹുമാനപ്പെട്ട നമ്മൾ പറയുന്ന ഗോകുലം ഗോപാലൻ 600 കോടി റുപ്യയാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 370 കോടി റുപ്യ ക്യാഷ് ആയിട്ടാണ്. ഇതെങ്ങനെ നിഷേധിക്കുക? ഇത് തെറ്റാണെങ്കിൽ പറയൂ, അത് തെറ്റാണെന്ന് പറയൂ. തെറ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ. ഇവരാരും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇവർക്കെതിരായിട്ട് പ്രകടനം നടത്തിയിട്ടില്ലല്ലോ, ഇതൊന്നും ആരും ചെയ്തിട്ടില്ല. മറിച്ച് അദ്ദേഹം പണം കൊണ്ടുവന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ള വഴിക്കാണ്. അല്ലാതെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധം, അതായത് കൂട്ടിക്കെട്ടിക്കൊണ്ട് എമ്പുരാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി പരിശ്രമിക്കുന്നത് വളരെ മോശമാണ്. എമ്പുരാൻ സിനിമ അവിടെ ഗോകുലം ഗോപാലിനുള്ള ബന്ധം, ലൈക്കയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്നാണ്. അപ്പോൾ അവിടെ എമ്പുരാൻ ബന്ധമാണല്ലോ അന്വേഷിക്കുന്നത്. അല്ല, അത് ഒരു ലേഖകൻ എഴുതുന്ന ലേഖനത്തിനകത്ത് വരുന്ന വാക്കുകൾ വെച്ചിട്ട് അത് ഓർഗനൈസറിൻ്റെതാണ്, ഔദ്യോഗികമാണ്, RSSന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയത തോന്നുന്നുണ്ട്. ഇപ്പൊ ചാനൽ ചർച്ചയിൽ ഞാൻ വന്നിരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും RSSന്റെ ഔദ്യോഗിക ഭാഷയല്ല. ഞാൻ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ഭാഷയാണ്. സമാനമായിട്ടുള്ള രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ലേഖനത്തിൽ പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരെയും സംബന്ധിച്ചുകൊണ്ട് അത് തന്നെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ലേഖനത്തിൽ പറഞ്ഞുകൂടാ? ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ED അന്വേഷണം വേണം എന്ന് ലേഖനത്തിൽ ആവശ്യപ്പെട്ടുകൂടാ? എന്തുകൊണ്ട് ഇൻകം ടാക്സ് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൂടാ? ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതിനെ സംബന്ധിച്ച്. കാരണം ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഗോകുലം ഗോപാലിന്റെ ആയാലും കൊള്ളാം, പൃഥ്വിരാജിന്റെ ആയാലും കൊള്ളാം, ദീർഘകാലമായിട്ടുള്ള അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരം ചില തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ അവർ പല സമയത്ത് പാലിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഗോകുലം ഗോപാലനായതിന്റെ പേരിൽ ഹിന്ദുവാണ്, അതുകൊണ്ട് ഗോകുലം ഗോപാലിന് വിടണം എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം, ഗോകുലം ഗോപാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും വേണ്ടി വന്നാൽ മോഹൻലാലിന്റെയും വീട് വരേക്കും റെയ്ഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം, അന്വേഷണം നടത്താൻ തയ്യാറാവണം. ഇവര് വരുമാനത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് ചില ആളുകൾ പണം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കണക്കുകൾ ഉണ്ടാക്കുക, എന്നിട്ട് തിയേറ്ററിൽ വലിയ തിരക്കായിരുന്നു എന്നൊക്കെ പറയുക. ഒരു തിരക്കുമില്ലാത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കുകൾ പറഞ്ഞുണ്ടാക്കുക, കോടിക്കണക്കിന് ഉറുപ്പിക കളക്ഷൻ കിട്ടിയെന്ന് പറയുക. നിങ്ങളൊന്ന് കണക്ക്, ഞാൻ എൻ്റെ കണക്കുണ്ടല്ലോ, നമ്മൾ 1450 കോടി റുപ്യയാണ് ബാഹുബലിയുടെ വരവ്. അതിന് 22% വിദേശ കളക്ഷൻ വരുന്നത്. ഈ സിനിമയ്ക്ക് 232 കോടിയാണ്. അതിൽ വരുന്നതിൽ 64% വരുന്ന പണം വിദേശത്ത് നിന്നാണ്. എന്റെ കോൺഗ്രസിന്റെ സുഹൃത്ത് മനസ്സിലാക്കണം നിജേഷേ, 64% വിദേശത്ത് നിന്നാണ് വരുന്നത്. അതും അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഫെമയുടെ ലംഘനമല്ലേ എന്നുള്ളത് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ആ സംശയവും ഇതുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. അതിന്റെ കാര്യങ്ങൾ വരാൻ വേണ്ടി പോണേ ഉള്ളൂ. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യത്തിൽ വന്ന കാര്യങ്ങൾ ഇഡി ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് നിലവില് എമ്പുരാനെ സംബന്ധിച്ച് വന്നിട്ടില്ല. എമ്പുരാനെ സംബന്ധിച്ച് നാളെ അന്വേഷണം വന്നാൽ ഈ അന്വേഷണം തെറ്റാണ് എന്ന് ഞാൻ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. ശരി, ശ്രീ നിജേഷ്, ഏകദേശം 600 കോടി രൂപയുടെ ഫെമ ലംഘനമാണ് ഇവിടെ ED ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. കണ്ടെത്തിയത് അപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. ED അത് തെളിവുകൾ കിട്ടിയ കാര്യമല്ലേ റിലീസ് രൂപത്തിൽ വെളിയിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ അത് അന്വേഷിക്കേണ്ട, കണ്ടെത്തേണ്ട എന്നാണോ? എന്ത് നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ.
ഗോകുലം ഗോപാലൻ എന്ന വ്യവസായിയുടെ സ്വത്ത് അന്വേഷിക്കണമെങ്കിൽ എന്നേ ആവാമായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായി ഗോകുലം ഗോപാലനെ പറ്റി അന്വേഷിക്കണമെങ്കിൽ ഇഡിക്ക് ഈ ദിവസം കാത്തു നിൽക്കേണ്ടതില്ലായിരുന്നു. ഇന്ന് വന്നിരിക്കുന്നതിന് കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഞാനല്ല ലോകം പറഞ്ഞത്. അത് മഞ്ജുഷിന് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മഞ്ജുഷിന്റെ വിശ്വാസം മഞ്ജുഷ് പറയുക. പക്ഷേ ഇന്നലെ തുടങ്ങി കേട്ടോ, മുൻപ് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷണം മുൻപും ഉണ്ടായിരുന്നു, മുൻപ് പലതവണ റെയ്ഡ് നടന്നിട്ടുള്ളതാണ് അല്ലെ ഇതെല്ലാം. അതെ, അല്ല അതൊരു സ്വാഭാവികമല്ലേ ഒരു വ്യവസായിയുടെ അടുത്ത് റെയ്ഡ് നടക്കുക? അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നേരത്തെ, എന്തായാലും ആ റെയ്ഡിന് ശേഷമാണ് ഈ 586 കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. കാരണം വളരെ ചെറിയ സമയം കൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും പണം തട്ടിപ്പാക്കി എടുത്തത്. ഇഡി കേസിൽ എത്ര ശതമാനം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? നമുക്ക് അങ്ങോട്ട് വരാം. ഇഡി കഴിഞ്ഞ 11 വർഷക്കാലം കൊണ്ട് എടുത്ത കേസുകളിൽ എത്ര ശതമാനം വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര ശതമാനം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകളുടെ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട്? നമുക്ക് അതിലേക്ക് കണക്കിലേക്ക് പോവാം. ആ കണക്ക് പറയാൻ തയ്യാറാണ്. ശ്രീ നന്ദകുമാർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചരിത്രം പണം കൊടുത്ത് എഴുതിക്കുകയാണ് എന്ന് ബോധ്യമുള്ള ഒരാളോട് സംവദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറെ പ്രയാസകരമായ ഒന്നാണ്. എന്തായാലും സവർക്കർ എഴുതി വെച്ചതുപോലെ സ്വന്തം കഥ എഴുതി വെച്ചതായി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് ഏകദേശം 10 വർഷക്കാലം ജയിലറയ്ക്കുള്ളിൽ കിടന്ന നെഹ്റുവിന്റെ ചരിത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ നെഹ്റുവിന്റെ ചരിത്രം അദ്ദേഹം പണം കൊടുത്ത് എഴുതിച്ചതാണ് എന്ന് പറയുന്ന നിങ്ങളുടെ പുതിയ ചരിത്ര നിർമ്മിതിയുണ്ട്. ആ ചരിത്ര നിർമ്മിതിക്കേറ്റ പ്രഹരമാണ് ഈ എമ്പുരാൻ സിനിമ. അതുപോലെയുള്ള ചരിത്ര നിർമ്മിതികൾക്ക് എന്റെ ശ്രീ നന്ദകുമാർ, ഇന്നോ ഇന്നലെയോ ഉണ്ടായ ചരിത്രമാണ്, നമ്മൾക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. നെഹ്റുവിന്റെ ചരിത്രമാണെങ്കിലും ഗാന്ധിജിയുടെ ചരിത്രമാണെങ്കിലും ഗോഡ്സെയുടെ ചരിത്രമാണെങ്കിലും അത് കേട്ട തലമുറ പൂർണ്ണമായി അസ്തമിച്ചു പോയിട്ടില്ല. അത് കണ്ട അനുഭവിച്ച തലമുറ പൂർണ്ണമായി അസ്തമിച്ചു പോയിട്ടില്ല. 15ാം നൂറ്റാണ്ടിലെ കഥ പറഞ്ഞാൽ പോലും അത് എഴുതി വെക്കപ്പെട്ട ചരിത്രമാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് 100 വർഷം മുമ്പ്, 50 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ, 30 വർഷം മുമ്പ്, 40 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ അത് തെറ്റാണ്, അത് ചരിത്രമല്ല എന്നൊക്കെ പറയുന്ന താങ്കളെ പോലെയുള്ള ആളുകളുടെ ചരിത്ര നിർമ്മിതി, ആ ചരിത്ര നിർമ്മിതി കൊണ്ട് വളച്ചൊടിക്കപ്പെട്ട ചരിത്രം പഠിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ ദയവ് ചെയ്ത് ഒരു പുതിയ തലമുറയോട് കളവ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? ശരി, രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോഴത്തെ ഈ റെയ്ഡുകളൊന്നും അല്ലെങ്കിൽ നോട്ടീസുകളൊന്നും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളതല്ല. പക്ഷേ എമ്പുരാനെ കുറിച്ച് ഒരു അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ശ്രീ EN നന്ദകുമാറിനും 2 പക്ഷമില്ല, വേണമെന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? രാഹുൽ, കേൾക്കാമോ? എന്താ പറയാ, മഞ്ജുഷി ഡിസിഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതായത് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ പോലീസ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും. അതായത് എല്ലാ ഏജൻസികളും ഒരു പൊളിറ്റിക്കൽ മാസ്റ്ററിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കേരളത്തിലെ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഹോം മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനാണ്. അമിത്ഷാജിക്കാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് ശ്രീ ചിദംബരത്തിനായിരുന്നു. ശ്രീ ചിദംബരം ഇരിക്കുമ്പോൾ അമിത്ഷാജിയെ അന്യായമായി ഏകദേശം 100 ദിവസം ജയിലിലിട്ടു. ആ 100 ദിവസം ജയിലിലിട്ടതിന് പ്രതികാരമായി വീണ്ടും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായപ്പോൾ ശ്രീ ചിദംബരത്തെ 106 ദിവസം ജയിലിലിട്ടു. 2 പേർക്കും അറിയാം 2 പേരുടെയും കേസിൽ ഒരു മെറിറ്റും ഇല്ല. കാര്യം അതുകൊണ്ടാണ് 2 പേരെ അവസാനം കോടതി വെറുതെ വിട്ടു. ശ്രീ ചിദംബരത്തിന്റെ കേസ് തീർന്നിട്ടില്ല, അമിത്ഷായുടെ കേസ് തീരുകയും ചെയ്തു. അതായത് ബേസിക്കലി നമ്മുടെ ഏജൻസികളിൽ പ്രഗത്ഭരായ ആൾക്കാരുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഈ ഹൈ പ്രൊഫൈൽ കേസുകളിൽ പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു രാഷ്ട്രീയ ഡിസിഷനാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്, വെറുതെ ഇൻകം ടാക്സ് പൃഥ്വിരാജിന് നോട്ടീസ് കൊടുക്കുകയല്ല, CAG റിപ്പോർട്ടിൽ 1,76,000 കോടി, 1000 കോടിയോ 1.5 കോടിയോ അല്ല, 1,76,000 കോടി നമ്മുടെ നാടിന് നഷ്ടമുണ്ടായിന്ന് നമ്മുടെ വിനോദ് റായ് സാർ എഴുതി വെച്ചതിന്റെ പേരിൽ ഒരുപാട് ദിവസം അടികൊള്ളാനും വെയിൽ കൊള്ളാനും ഒക്കെ പോയ ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ. അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, അത് ആരെയും അനുകൂലിച്ചു എതിർത്തുമല്ല, ഇന്ത്യയെ മാത്രമല്ല ലോകത്ത് എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിന് ഒരുപാട് തെറ്റുണ്ട്, പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ തെറ്റ് അന്വേഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ലോകത്തിലെ എല്ലാവരുടെയും സിസ്റ്റം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ തീരുമാനങ്ങളെല്ലാം ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണ്. ഉദാഹരണം, ഇപ്പൊ ഇൻകം ടാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ED ആണെങ്കിലും ഉറപ്പായിട്ട് അവർക്ക് ഈ എമ്പുരാൻ സിനിമയുടെ കോണ്ടെക്സ്റ്റ് അറിയാമല്ലോ. അവർ ഇന്ത്യയിൽ ജീവിക്കുന്നതല്ലേ, മാധ്യമങ്ങൾ കാണുന്നതല്ലേ, ദേശീയ മാധ്യമങ്ങളടക്കം എമ്പുരാൻ ചർച്ച ചെയ്തല്ലോ. അവരിങ്ങനെ ഒരു ആക്ഷനോ കാര്യമോ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആഭ്യന്തരമന്ത്രിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഭ്യന്തര ഡിസിഷൻ മേക്കേഴ്സിനോട് സംസാരിക്കും. അപ്പൊ അവർ ചിലപ്പം പറയുന്ന ഒരു ഉത്തരം നമുക്ക് പിടിച്ചെടുത്തേണ്ട കാര്യമല്ല, അതിൽ
ചെയ്തതാണ്, പോയി അറസ്റ്റ് ചെയ്തു എന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ മര്യാദ കാണിച്ചുകൊണ്ട് പറയും ഇപ്പം ചെയ്യേണ്ട, കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്താൽ മതി എന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവും. കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ടാവും, CPM ഭരിക്കുമ്പോഴും ഉണ്ടാവും, BJP ഭരിക്കുമ്പോഴും ഉണ്ടാവും, ആപ്പ് ഭരിക്കുമ്പോഴും ഉണ്ടാവും. അപ്പോൾ എനിക്കുള്ള ഏക അഭ്യർത്ഥന, നമ്മുടെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഇരിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടെ പോസിറ്റീവായി കൂടെ കാണണം. ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നന്ദകുമാർജി ശ്രദ്ധിച്ചു കാണും, ഇന്നലെ ഓർഗനൈസറിൽ വന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വഖഫിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രിസ്ത്യൻ സഭകൾക്കും കത്തോലിക്ക സഭകൾക്കും ആകണമെന്ന് ദ്വിവേദി എന്നൊരാൾ എഴുതിയ ആർട്ടിക്കിളാണ്. അത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വിഷമിക്കും എന്ന് കണ്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അത് പിൻവലിച്ചു. ഓർഗനൈസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഇപ്പൊ അന്വേഷിച്ചാൽ കിട്ടില്ല, അത് പിൻവലിക്കുകയുണ്ടായി. ആ പിൻവലിച്ചതിന്റെ കണക്കെല്ലാം കൃത്യമായിട്ട് ആ ഓർഗനൈസർ കുറെ കണക്കുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇത്ര സ്കൂളുണ്ട്, ഇത്ര കോളേജ് ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വിഷമം തോന്നുമെന്ന് തോന്നിയുകൊണ്ട് ഓർഗനൈസറിൽ വിളിച്ചു പറഞ്ഞ് കേരളത്തിലെ ഏതെങ്കിലും BJP നേതാവോ സംഘത്തിലെ ഏതെങ്കിലും മുതിർന്ന സ്വയം സേവകനോ അത് മാറ്റിച്ചതായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണെന്ന് കൂടി കണ്ടാൽ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടെ നയവും മയവും ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അതേസമയത്ത് തന്നെ ഓർഗനൈസറിലെ മറ്റൊരു ലേഖനം അവിടെ തന്നെ കിടപ്പുണ്ട്. അല്ല, ഗോകുലം ഗോപാലിനെ റെയ്ഡ് ചെയ്യുന്നത് LTT ബന്ധം പോലും അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ലേഖനം അതേപടി അവിടെ കിടപ്പുണ്ട്. അത് ഞാൻ കണ്ട. അല്ല, അത് അത് മാറ്റില്ല. കാര്യം ക്രിസ്ത്യൻ സമൂഹത്തിന് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ വഖഫിന്റെ കാര്യത്തിൽ മുനമ്പം ജനതയും ക്രിസ്ത്യൻ ജനതയിലെ ഒരു വിഭാഗവും BJPയോട് അടുക്കുന്നുണ്ട്. അപ്പോ നേരെ മറിച്ച് ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സഭകളുടെ കണക്കിന്റെ ആർട്ടിക്കിൾ വന്നു എന്ന് പറഞ്ഞാൽ അവരകന്നു പോകാതിരിക്കാൻ വേണ്ടി മാറ്റിയതാണ്. അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു നയവും മയവും ഉണ്ടാവുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ ജയകുമാർജിയെ പോലെ ഒരു മുതിർന്ന സ്വയം സേവകൻ അടക്കം ഗോപാലേട്ടൻ എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. ഇത്രയും മുതിർന്ന ഒരാളാണ്. അപ്പം ചില കാര്യങ്ങളിലൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായി കുറെ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതൊന്നും സാങ്കേതികമായിട്ടല്ല, ഇതെല്ലാം പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആണ്. അത് ഇന്ന് മാത്രമൊന്നുമല്ല. പണ്ട് കോൺഗ്രസ് ഇരുന്ന കാലത്ത് ടാറ്റയും ബിർളയും മുതൽ ഇന്ന് അംബാനിയും അദാനിയും വരെ എല്ലാ രാഷ്ട്രീയ ഡിസ്പെൻസേഷനോടും ചേർന്ന് നിൽക്കുന്ന കുറച്ച് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ കാണും. അവർക്ക് കുറച്ച് അനുകൂലമായ തീരുമാനങ്ങൾ കൊടുക്കും, ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ എതിർ തീരുമാനങ്ങൾ കൊടുക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ സോഷ്യോ പോളിറ്റി എന്ന് പറയും, പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ പോളിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ എമ്പുരാൻ സിനിമയെ കുറച്ചുകൂടെ വിമർശനത്തെ സഹിഷ്ണുതയോടെ കാണുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർജി കൊടുക്കുന്ന മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും പൊതുസമൂഹം BJPയെ കൂടുതൽ ബഹുമാനിക്കാൻ കാരണമാകുക. ശരി, അപ്പോൾ ആ സഹിഷ്ണുത കാട്ടിയിട്ടില്ല എന്നാണ് രാഹുൽ പറയുന്നത്. ശരി, ശ്രീ ബിനു. അല്ല, എനിക്ക് നിജേഷ്, ഈ എമ്പുരാന്റെ പ്രേമം നിങ്ങൾക്ക് കേരള സ്റ്റോറിയോടും ലെഫ്റ്റ് റൈറ്റിനോടും കണ്ടില്ല കേട്ടോ. അതവിടെ നിൽക്കട്ടെ. 10,000-കണക്കിന് തൊഴിലാളികൾ ഉണ്ടായിരുന്ന കിറ്റക് സാബുവിൻ്റെ സ്ഥാപനം 10-12 പ്രാവശ്യം റെയ്ഡ് ചെയ്തത് മറന്നോ? എന്നിട്ട് ഇവിടുന്ന് പിഴുതെടുത്ത് തെലുങ്കാനയെ കൊണ്ട് പുഷ്പിച്ച് ഇന്ന് ലോക റെക്കോർഡാണ്. കുട്ടികളുടെ വസ്ത്രം കയറ്റി അയക്കുന്നതിൽ നമ്പർ 1 ആണ് തെലുങ്കാനയിൽ. എത്ര ലക്ഷം പേർക്ക് തൊഴിൽ, അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? 12 പ്രാവശ്യമാണ് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. തൊഴിൽ പോലും തടസ്സപ്പെടുത്തി എന്നാണ് പറഞ്ഞിരുന്നത് അന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട്, അല്ലേ? അപ്പോൾ അതൊന്നുമല്ല നിങ്ങൾക്ക് പ്രശ്നം. നോക്കൂ, നമ്മളിപ്പോൾ പറയണേ എയർപോർട്ടിൽ ബോംബ് വെച്ചു എന്ന് പറഞ്ഞാൽ പോയി അന്വേഷിക്കും. പിന്നീട് നോക്കുമ്പോൾ ഒന്നും കാണൂല, വ്യാജം എന്ന് പറഞ്ഞ പോലെ രാജ്യസുരക്ഷയ്ക്ക് നഷ്ടം വരുന്ന ഏതൊരു കാര്യവും അന്വേഷിക്കും കേന്ദ്രം. അതിനെ അഭിനന്ദിക്കൂ. അല്ലാതെ LTTയുമായി കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ട, അതൊക്കെ വെറുതെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? അവിടെ ഗോകുലം ഗോപാലിനോട് അവർക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല, പൃഥ്വിരാജിനോട് വ്യക്തിവൈരാഗ്യമില്ല, ആരോടും ഇല്ല. അവർക്ക് രാജ്യം എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സ്ഥാപനത്തിൽ ഏതെല്ലാം ഫിനാൻസ് കമ്പനികളിലും ഇവിടെ റെയ്ഡ് നടന്നിരിക്കുന്നു ഇതിനു മുമ്പേയും. പക്ഷേ ഇതിപ്പോൾ ഈ സമയത്തായതുകൊണ്ടാണെങ്കിൽ അതിനോട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആണെന്ന് വെച്ചോളൂന്നേ. കാരണം ആ പടത്തിനെക്കുറിച്ച് ഒരുപാട് അലിഗേഷനുണ്ട്. അവരത് പ്രൂവ് ചെയ്യട്ടെ. ഞങ്ങൾ ഇതിനകത്ത് ഇല്ലാന്ന് കഴിഞ്ഞാൽ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സംഘപരിവാറിന് അതിനെതിരെ വിമർശനമുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിമർശിക്കുന്നതല്ല, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ. നാടിന്റെ നന്മയ്ക്ക് എന്ത് നേരത്തെ നിഷ്കളങ്കമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ആരെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, അതിനുള്ള അവകാശം ഏജൻസികൾക്കുണ്ട് എന്ന്. പക്ഷെ അത്ര നിഷ്കളങ്കമാണോ കാര്യങ്ങൾ? ഞാൻ പറയട്ടെ, നോക്കൂ, നിങ്ങൾ സോഷ്യൽ മീഡിയ എടുക്കൂ. ഒരു 40% ആൾക്കാരെങ്കിലും പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണം, ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് അന്വേഷിക്കുന്നതിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിക്കണം. എന്നിട്ട് നാളെ നമുക്ക് പറയാമല്ലോ, കണ്ടോ വെറുതെ ആയിരുന്നില്ലേ എന്ന് പറയാമല്ലോ. ഇത് ആദ്യം വരട്ടെന്നേ, വിധി വരട്ടെന്നേ. അന്വേഷണം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും കുറച്ച് ദിവസം എടുക്കും. പലരെയും ചോദ്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇല്ലേ? അന്വേഷണം വരട്ടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, എവിടെ പൂജ ഉണ്ടെങ്കിലും കോഴിക്കിരിക്കപ്പുറത്തില്ല എന്നുള്ള എന്തു പറഞ്ഞാലും സംഘപരിവാർ കോക്കുമ്പോൾ കോമഡിയാണ് തോന്നുന്നത്. ബാക്കി രാജ്യത്ത് എന്തെല്ലാം ഇന്ന് കണ്ടില്ലേ, പട്ടിയെ കെട്ടും പോലെ ബെൽറ്റ് വിട്ട് തൊഴിലാളികളെ ചെയ്യുന്നു. നിങ്ങൾ അതിനൊക്കെ എതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുക. കണ്ടപ്പോൾ സങ്കടം തോന്നി. ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിയെ പോലെ എന്നിട്ട് നാണയം ഇട്ട് കൊടുത്തിട്ട് നക്കി തിന്നുക. അത് കേരളത്തിലാണേ, അവിടെയാണല്ലോ നിദേശം നിങ്ങളൊക്കെ ഉള്ളത്.
സ്നേഹത്തോട് ചോദിക്കണം, നിങ്ങൾ അതൊക്കെ അതിനെതിരെയൊക്കെ നമുക്കിപ്പോൾ ശക്തമായിട്ട് പെരുമാറും. രാജ്യത്തിൻ്റെ കാര്യം നോക്കാൻ അവിടെ നല്ല ആൾക്കാർ മേളിൽ ഇരിപ്പുണ്ട്, അവർ ചെയ്തോളൂ. അത് നമുക്ക് നമ്മുടെ നോക്കാം. നമ്മളെല്ലാം വടക്ക് നോക്കി യന്ത്രങ്ങളാവണ്ട. നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ച്, ഇവിടെ നടക്കുന്ന അരാജകത്വങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നോക്കാമെന്നേ. ഭയങ്കര വിഷ്വൽസ് ഈ ചാനലിൽ ഞാൻ ഒരുപാട്. ജിതേഷ്, അതുകൊണ്ട് ഈ ഇ.ഡി. അന്വേഷണം അങ്ങനെ നടക്കട്ടെ എന്നാണ്. ഈ അന്വേഷണം തീർന്നിട്ടില്ല, അതാണ് മറ്റൊരു കാര്യം. ഇതിപ്പോൾ 593 കോടിയുടെ ഫെമ വയലേഷൻ കണ്ടെത്തി. പക്ഷേ അന്വേഷണം തുടരുമെന്ന് തന്നെയാണ് ഇ.ഡിയുടെ റിലീസ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഗോകുലം ഗോപാലിനെ ഇനിയും ചോദ്യം ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയുന്നത് പക്ഷേ വരുതിക്ക് നിൽക്കുന്നത് വരെ ഈ അന്വേഷണം തുടരുമെന്നാണല്ലോ, അല്ലേ? അല്ല, അങ്ങനെ സംഭവിച്ച ചരിത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് തൃണമൂൽ കോൺഗ്രസിലുണ്ടായിരുന്ന ആൾ, അവിടെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ സുവേന്ദു അധികാരി, അന്നത്തെ ചോദ്യപേപ്പർ അഴിമതിയോ മറ്റോ, ഒറ്റ ദിവസം കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് നന്നായി. പിന്നെ അന്വേഷണം നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആദർശ കുംഭകോണം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെയുള്ള അന്വേഷണം നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ആ അന്വേഷണത്തെ പറ്റി മാത്രമാണ് ഞാൻ ചോദിച്ചത്. അത് നാളെ ഗോകുലം ഗോപാലൻ വരുതിക്ക് നിൽക്കുമ്പോൾ ആ അന്വേഷണം ഇല്ലാതായി പോകും. പിന്നെ കിറ്റക് സാബുവിനെ റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ വർഷമാണ്. കിറ്റക് സാബു തെലങ്കാനയ്ക്ക് പോയത്. റെയ്ഡ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഈ ഗവൺമെന്റിന്റെ ആയിരിക്കും. ഞാൻ കേട്ടത് ഇവിടെയുള്ള പാരിസ്ഥിതിക പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരുമായി ചില തർക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കിറ്റക് സാബുവിനുണ്ടായിരുന്നത്. അല്ലാതെ ഈ റെയ്ഡ് നടത്തി ഓടിച്ചതാണോ എന്നുള്ള വേർഷൻ എനിക്കറിയില്ല, അദ്ദേഹത്തിന് പറയാം. പിന്നെ കേരളത്തിലെ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഏതിലാണ് ഇടപെടാത്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം. പിന്നെ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ഇടപെടണം, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ഇടപെടണം, രാജ്യസ്നേഹം, ഈ നറേഷനൊക്കെ ശ്രീ കിരിയത്ത് കുറെ കണ്ടതാണ്. ദയവ് ചെയ്ത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ അടിമത്വത്തിന്റെ ഭാഷ ഉപയോഗിക്കല്ലേ. എമ്പുരാനകത്ത് സിനിമയുണ്ടോ അല്ലെങ്കിൽ കഥയുണ്ടോ ചരിത്രമുണ്ടോ എന്നൊക്കെ ജനം വിലയിരുത്തട്ടെ. അത് വിലയിരുത്തിയ ആളുകളാണ് ആ സിനിമയെ പറ്റി അഭിപ്രായം പറയുന്നത്. ഞാൻ കണ്ടതാണ് സിനിമ. ഞാൻ കണ്ട സിനിമയിൽ അത് ചരിത്രത്തിന്റെ ഭാഗമായ വസ്തുതകൾ അതിനകത്തുണ്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ട്. മുരളി ഗോപി എന്ന തിരക്കഥാകൃത്തിന്റെ വളരെ സുന്ദരമായ, മനോഹരമായ, ശക്തമായ തിരക്കഥ അതിനകത്തുണ്ട് എന്നറിയാം. മഞ്ജു വാര്യരുടെ അഭിനയവും ഉൾപ്പെടെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ഉൾപ്പെടെ വളരെ മനോഹരമായിരുന്നു എന്ന അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നതല്ല. ഞാൻ ആ സിനിമ കണ്ട ഉടനെ തന്നെ എന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ എഴുതിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരിടത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല താങ്കൾ നേരത്തെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഉള്ള വിമർശനം, ആളെ ഇല്ലാത്ത സ്ഥലത്ത് കള്ളക്കണക്ക് വെച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് ഈ അസഹിഷ്ണുത? കേരള സ്റ്റോറി നിങ്ങളല്ല ഗിരിയത്തെ, അങ്ങ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാള് കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഗുണ്ടൽപേട്ടയിലും മൈസൂരും ഒക്കെ വന്ന് അങ്ങോട്ട് ചൂണ്ടു, കേരളത്തിലേക്ക് ചൂണ്ടു, ഇവിടെയാണ് കേരള സ്റ്റോറി സംഭവിക്കുന്നത് എന്നൊക്കെ വലിയ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞപ്പോ കന്നഡക്കാര് തള്ളിവിട്ടതാ, ഊരിവിട്ടതാ, ഓടിച്ചു വിട്ടതാ. ആ കേരള സ്റ്റോറിയുടെ പരിപ്പൊന്നും ഇവിടെ വെന്തിട്ടില്ല, വേവാനും പോകുന്നില്ല. ഇനി ആരെങ്കിലുമൊക്കെ അത് പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാലും ആ പരിപ്പൊന്നും വേവില്ല. എന്തിന് പേടിക്കണം? എന്തിന് ഒരു ചരിത്ര സിനിമയെ നിങ്ങൾ പേടിക്കണം? നിങ്ങൾക്കൊരു പക്ഷേ ആ സിനിമ, കാരണം അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഒരു പുതിയ ഡയറക്ടർ വന്ന് സിനിമയൊക്കെ എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ വികാരമാണെങ്കിൽ അത് നമുക്ക് കേൾക്കാം. അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ വ്യക്തിപരമായിട്ട് ഞാൻ തയ്യാറാണ്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസ് പാർട്ടി, എനിക്ക് ഒഫീഷ്യലായ അഭിപ്രായം പറയാൻ പറ്റില്ല എന്നല്ല, ഞാൻ ഒഫീഷ്യലായിട്ടാണ് പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്കു നേരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് കാണിക്കുന്നത് അത് കൃത്യമായ പേടിപ്പിക്കലാണ്, ഭീഷണിയാണ്. അത് നാളുകളിൽ അവർക്ക് ഭീഷണിയാകാൻ പോകുന്ന ആളുകളെ വെട്ടിനിരത്തലാണ്. നേരത്തെ കഴിഞ്ഞ 11 വർഷമായി അനുവർത്തിച്ച വാഷിംഗ് മെഷീൻ പൊളിറ്റിക്സിന്റെ കേരളത്തിലെ വേർഷനാണ് ഇന്നത്തെ ഇ.ഡി. റെയ്ഡ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. ശരി, ശ്രീ നന്ദകുമാർ, ഈ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. മോഹൻലാൽ മാത്രമാണ് ഖേദം പ്രകടിപ്പിച്ചത്. മറ്റുള്ളവർ അങ്ങനെ മുരളി ഗോപിയും ഒന്നും ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പൃഥ്വിരാജിന് മേൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നും സംശയിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അല്ല, സംശയിക്കുമ്പോൾ ആര് വേണമെങ്കിൽ സംശയിച്ചോളൂ. പക്ഷെ മറ്റൊരു വസ്തുതയുള്ളത്, ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് നടത്തിയിരിക്കുന്ന ആളുകൾ ആരാണോ? അല്ല, പൃഥ്വിരാജിന്റെ ഭാര്യയുടെ വായില നാക്കിന്റെ ഗുണം അല്ലെങ്കിൽ എഴുത്തിന്റെ ഗുണം കൊണ്ടാണ് ആദ്യത്തെ റൈറ്റ് പോകുന്ന അവരുടെ ഭാഗത്തു നിന്നാണ്. ഒരു ഭാഗത്തും വേറെ അപ്പുറത്തെ ഭാഗത്തുനിന്നും വന്നില്ല. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തിയത് അവരാണ്. അതൊരിക്കലും മര്യാദയല്ല. അവർ സംവിധായകന്റെ മുഖ്യ സിനിമാ അഭിനേതാവിന്റെ ഭാര്യയാണെങ്കിൽ അത്തരമൊരു ഭാഷ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും മര്യാദയല്ല.
ഇപ്പം നമ്മളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന മര്യാദയില്ലല്ലോ. അവരുപയോഗിച്ച ഭാഷയെ ഞാനോ പറയുന്നില്ല, അത് എൻ്റെ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. ഒരു കാരണവശാലും ആ സ്ത്രീ ഉപയോഗിക്കുന്നത് അസഭ്യമായിട്ടുള്ള പദപ്രയോഗമാണ്. അങ്ങനെ ഒരിക്കലും സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരമൊരു പദപ്രയോഗം നടത്താൻ പാടില്ല. അത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്, അത് തികച്ചും അഹങ്കാരമാണ്. ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതിൽ അവർക്കുള്ള പങ്ക് വളരെ വലുതാണ്. അത് ചുരുക്കി കാണാൻ വേണ്ടി സാധ്യമല്ല. മറ്റൊന്നുള്ളത്, നമ്മളിപ്പോൾ ഇതിനകത്ത് പൃഥ്വിരാജിന്റെ നേർക്കുള്ള പ്രശ്നം അല്ലെങ്കിൽ മോഹൻലാലിന്റെ പ്രശ്നം എന്നുള്ള നേർക്കല്ല, സാമ്പത്തികമായിരിക്കുന്ന ക്രമക്കേട് നടത്തിയിരിക്കുന്ന ആളുകൾ ഇതെക്കാലത്തും ഉണ്ടായിട്ടുണ്ടപ്പാ. EDയുടെ അന്വേഷണം അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ അന്വേഷണമൊക്കെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അവരെ ഏതെങ്കിലും സിനിമ പിടിച്ചു, ആ സിനിമ ഹിന്ദുക്കൾക്കെതിരായിട്ട് വന്നു, ഈ നാടിനെതിരായിട്ട് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നാടിനെതിരായിട്ട് സിനിമയൊക്കെ പിടിക്കും, പക്ഷേ എനിക്കെതിരായിട്ട് അന്വേഷണം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാവുന്നൊരു കാലമാണോ ഇപ്പോൾ ഇത്? ഇതൊക്കെ മാറിപ്പോയില്ലേ? ഞാൻ ബഹുമാനപ്പെട്ട നിജേഷ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടാണ്. 1983 ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ആയിരിക്കുന്ന അരുൺ ഷൗറി എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. ദ എമിനന്റ് ഹിസ്റ്റോറിയൻസ് ദെയർ ടെക്നിക്സ് ദെയർ ഫ്രോഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാണിച്ചിരിക്കുന്ന വിക്രയെ കുറിച്ചിട്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം 1955 സ്വന്തമായിട്ട് അദ്ദേഹം ഭാരതരത്ന എഴുതിയെടുത്തിട്ടുള്ള ആളാണ്. ഇതൊന്നും എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മഹത്വവും വീര സവർക്കറുടെ മഹത്വവും തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്തണ്ട. നമുക്ക് ആദരവ് എല്ലാവരോടും വച്ചു പുലർത്താം. പക്ഷേ നിങ്ങൾ മറ്റൊന്നിനെ കയറി ആക്രമിച്ചാൽ തിരിച്ചു പറയുവാനുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. 1997 എഴുതിയിട്ടുള്ള MN സത്യാർത്ഥിയുടെ പുസ്തകമുണ്ട്. അതിന്റെ പേര് നേതാജിയുടെ കഥ എന്നാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയുമായിട്ട് അവസാനം സംസാരിക്കുന്നത് 1947 നവംബർ മാസം 30-നാണ്. എന്നിട്ടാണ് നെഹ്റു RSSന് കയറിയിട്ട് മഹാത്മാഗാന്ധി വധത്തിന്റെ പ്രതിയാക്കുന്നത്. ഞാനതെല്ലാം പറഞ്ഞു വരാൻ കാരണം, രേഖകൾ വെച്ച് സംസാരിക്കാൻ നിങ്ങളെക്കാൾ ഒപ്പം തന്നെ കൂടുതലായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് സാധിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്കറിയാം, കോൺഗ്രസിന് പലപ്പോഴും ചരിത്രങ്ങൾ പരിശോധിക്കുന്ന പരിപാടി കോൺഗ്രസ്സുകാർക്കില്ല. അവർ ചരിത്രം പഠിക്കാറുമില്ല. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഇരിക്കുന്ന കാലത്ത് കേന്ദ്ര സർക്കാരിൽ 56 കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒരെണ്ണത്തില് നിജേഷിന് പറയാമോ കോൺഗ്രസ്സുകാരന്റെ പേര്? കേന്ദ്ര സാഹിത്യ അക്കാദമി അടക്കം, ലളിതകലാ അക്കാദമി അടക്കം, നാഷണൽ ബുക്ക് ട്രസ്റ്റ് അടക്കം, ICHR, ICPR, എല്ലാ സ്ഥാപനത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ കുടിയിരുത്തിയത് നിങ്ങളുടെ സർക്കാരാണ്. കാരണം നിങ്ങൾ ചരിത്രം പഠിക്കൂല. മനസ്സിലായില്ലേ? നിങ്ങൾ ചരിത്രം പഠിക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാർ കയറിയിരുന്നു എന്നുള്ളതാണ്. അവർ നിർമ്മിച്ചിരിക്കുന്ന ചരിത്രമാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ഭൂഷണമല്ല. ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിനകത്തുള്ളത് എമ്പുരാന്റെ വിഷയം, അത് രാജ്യദ്രോഹപരമായിരിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതിൽ സിനിമയുടെ ഒരിക്കലും മെറിറ്റല്ല അതിനകത്ത് വന്നിരിക്കുന്നത്, തിരക്കഥയുടെ മെറിറ്റ് അതിനകത്ത് വന്നിട്ടില്ല, അഭിനേതാക്കളുടെ മെറിറ്റ് അതിനകത്ത് വന്നിട്ടില്ല. അതിനകത്ത് വരുന്നത് ചില നറേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. ഈ തരത്തിൽ ചില നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും രാജ്യത്തിന് ഗുണകരമായുള്ള രീതിയിലല്ല. അതുകൊണ്ട് 24 വെട്ടുവെട്ടിയിട്ടും കാര്യമില്ല എന്നാണല്ലോ അല്ലെ? 24 വെട്ടുവെട്ടിയിട്ടും കാര്യമില്ല, 24 വെട്ടുവെട്ടിയിട്ടും കാര്യമില്ല, നിലപാടിൽ ഒരു മാറ്റവുമില്ല. കാരണം അതിന്റെ പ്രമേയപരമായ ഒരു മാറ്റവും വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതിലൊരു അന്വേഷണവും വേണം അല്ലെ? ആ നിലപാടിൽ മാറ്റമില്ല അല്ലെ ശ്രീ നന്ദകുമാർ? ഒരു കാര്യം അല്ല മഞ്ജുഷി, അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. 24 വെട്ടോ 17 വെട്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇത് വെട്ടുവോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ഞാൻ വേറൊന്ന് പറയട്ടെ. മറ്റുള്ളവർക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്ത പോലെ ഇതിന് കരുത്ത് കയറി ഇവിടെ പ്രകടനം നടത്തിയില്ലല്ലോ. ഒരാളും പ്രകടനം നടത്തിയിട്ടില്ലല്ലോ, ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, 10 മാസക്കാലം ജയിലിലിട്ടിട്ടില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. ഇത് തെറ്റാണെന്ന് പറഞ്ഞു എന്ന് മുതൽ പറയാനുള്ള അധികാരമില്ലേ? ഇവർക്ക് ശരിയാണെന്ന് പറയുവാനുള്ള അധികാരം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ അധികാരം ഈ സിനിമയിലെ തിരക്കഥ തെറ്റാണെന്ന് പറയുവാനുള്ള അധികാരം എന്നെ സംബന്ധിച്ചുണ്ട്. ഇതിന്റെ ഡയറക്ഷൻ നല്ലതാണെന്ന് നിജേഷ് പറയാനുള്ള അധികാരം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡയറക്ഷൻ ഏറ്റവും മോശമായിട്ടുള്ള സിനിമയുടെ ഡയറക്ഷനാണ് എന്ന് എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഞാൻ കാണാൻ പോയ സമയത്ത് തിയേറ്ററിൽ 50% ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നിജേഷ് പോയപ്പോൾ മുഴുവൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കതിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പരാജയപ്പെട്ട സിനിമയാണ്, എവിടെ നിന്നുള്ള സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് നടത്തിയിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ നടന്നിരിക്കുന്ന അന്വേഷണത്തെ കൂടാതെ കണ്ട് തന്നെ
എമ്പുരാന്റെ സാമ്പത്തിക വശത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഈ പറയുന്ന ആളുകളുടെ വീട്ടില് ED മാത്രമല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ആളുകളുടെ റെയ്ഡ് അനിവാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായി. റെയ്ഡുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും രാഹുൽ, അതും പ്രതീക്ഷിക്കാം. റെയ്ഡുകളുടെ ഘോഷയാത്രയായിരിക്കും. അല്ല, രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ കോടതികളൊക്കെ ഉണ്ടല്ലോ, കോടതികളൊക്കെ എപ്പോഴും അതിലൊരു ബാലൻസിങ് ആയി അന്യായമായിട്ടാണ് ആരെങ്കിലും നേരെ റെയ്ഡ് നടക്കുകയാണെങ്കിൽ തടയാൻ കോടതികളൊക്കെ ഉണ്ട്. പൃഥ്വിരാജ് അടക്കം ആ കോടതിയുടെ സ്പേസ് ഒക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ഈഗോ ബാറ്റിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. നമ്മളൊരു ഫുട്ബോൾ മത്സരം കളിക്കുകയല്ല, നമ്മളൊരു പഞ്ച് ഗുസ്തി മത്സരം പിടിക്കുകയല്ല. അവിടെയാണ് ശ്രീ നിജേഷ് ഭായിയോട് എല്ലാ ബഹുമാനത്തോടെയും ഒരു വിമർശനം പറയാൻ അങ്ങ് അനുവദിക്കണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീര സവർക്കറെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞു. സാക്ഷാൽ മഹാത്മാഗാന്ധിക്ക് പോലും ആദരവുള്ളായിരുന്നു വീര സവർക്കറിനും അദ്ദേഹത്തിന്റെ സഹോദരൻ ഗണേഷ് ദാമോദർ സവർക്കറും GD സവർക്കർക്കും വേണ്ടി മഹാത്മാഗാന്ധി എഴുത്തെഴുതുന്നുണ്ട്. വീര മഹാത്മാഗാന്ധിയുടെ നിലപാടുകൾ വ്യത്യാസമായിരുന്നു, പക്ഷെ പരസ്പരം ബഹുമാനത്തോടെയും ആദരവോടെയും പോയിട്ടില്ലേ? നമ്മൾ ചരിത്രത്തിൽ വരുമ്പോൾ ഈ സങ്കീർണത മനസ്സിലാക്കി ബഹുമാനത്തോടെ വിയോജിച്ചൂടെ? നമുക്കെല്ലാം വ്യത്യസ്ത നിലപാടുകളും കാഴ്ചപ്പാടുകളും ഉണ്ട്, പക്ഷേ ചരിത്രത്തെ ആഴത്തിൽ പഠിക്കുമ്പോൾ അതിനൊരു സങ്കീർണതയുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ പല വേദികളിലും പറയാറുള്ളതാണ്. ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകം എഴുതിയിരിക്കുന്നതും ടിപ്പുവിന്റെ പോസിറ്റീവുകൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആയിരുന്ന KR മൽക്കാനിയാണ്. അതായത് ഓർഗനൈസറിന്റെ അടക്കം ചീഫ് എഡിറ്റർ ആയിരുന്ന KR മൽക്കാനി ടിപ്പുവിന്റെ കേരളത്തിലേക്ക് വന്ന പടയോട്ടങ്ങളെ വിമർശിച്ചുകൊണ്ട് തന്നെ ടിപ്പുവിന്റെ പോസിറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ടിപ്പു രാജ്യസ്നേഹിയായിരുന്നു, ടിപ്പു ഇന്ത്യക്ക് വേണ്ടി പോരാടിയതായിരുന്നു. അപ്പം ചരിത്രം വളരെ സങ്കീർണമാണ്. ഏത് ചരിത്രവും ഇതിൽ തന്നെ ഗോദ്ര കുറച്ചുകൂടെ കാണിക്കായിരുന്നു. ഗോദ്രയും ഗുജറാത്തും ഒന്ന് ബാലൻസ് ചെയ്യാമായിരുന്നു. ഈ രീതിയിൽ പരസ്പര വിരോധമില്ലാതെ നമുക്ക് പൊക്കൂടെ? അവിടെയാണ് ഈ ബാലൻസ് ഇല്ലാതെ ഒരു സന്തുലിതമായ മിഡിൽ ഗ്രൗണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ വീര സവർക്കറെ 1-2 അപമാനിച്ചേ പറ്റൂ, BJP-കാരനാണെങ്കിൽ നെഹ്റുജിയെ 2 ചീത്ത വിളിച്ചേ പറ്റൂ. ഇവർക്കെല്ലാം പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നവരാണ്. ആശയപരമായി വിയോജിച്ചു, ഐഡിയോളജിക്കലി വിയോജിച്ചു, പക്ഷേ ഈ പരസ്പര സ്പർദ്ധയില്ലാതെ വിരോധമില്ലാതെ ബഹുമാനത്തോടെ വിയോജിച്ചാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടങ്ങൾ ഏത് പാർട്ടിയാണെങ്കിലും കേട്ടോ, ഈ A പാർട്ടി എന്നൊന്നും വല്ലപ്പം CPM-കാർ ഇവിടെ കോൺഗ്രസ് പോലീസിനെ മിസ്യൂസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മുമ്പ് മിസ്യൂസ് ചെയ്തിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്യൂസ് ചെയ്യും. അതാണ് ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ചിദംബരം ഇരുന്നപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ അമിത്ഷാജിയെ 100 ദിവസം ജയിലിലിട്ടു. അമിത്ഷാജി നാളെ ആഭ്യന്തരമന്ത്രിയാവും, തിരിച്ച് ചിദംബരത്തെ 100 ദിവസം ജയിലിലിടും. ഇനി തിരിച്ച് BJP ആരെങ്കിലും അങ്ങനെ തെറ്റ് ചെയ്താൽ നാളെ അവർക്കും അധികാരം പോകും, തിരിച്ചു വന്ന് BJP നേതാവിനെ 100 ദിവസം ജയിലിലിടും. ഇതിനപ്പുറം ആരെയും ജയിലിൽ ഇടണ്ട, നീതിയും ന്യായവും മാത്രം മതി എന്നൊരു ചിന്ത നമ്മുടെ നാട്ടിൽ വേണ്ടേ? രാഷ്ട്രീയത്തോട് വിയോജിക്കുമ്പോഴും ആരോടും വിരോധം കാണിക്കാത്തൊരു സമീപനം വേണ്ടേ? എനിക്ക് അതുകൊണ്ടാണ് ഗോകുലഗോപാല സാറിനെ പോലെ വളരെ മുതിർന്ന സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ വിഷമം ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിന്റെ വിഷമത്തോടൊപ്പം തന്നെയാണ്. അവിടെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ ക്രമക്കേടുകൾ അന്വേഷിക്കേണ്ട എന്നാണോ അങ്ങനെ വരുമ്പോൾ? അങ്ങനെയല്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഞാൻ സത്യസന്ധമായി പറയുന്നത്, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ക്രമക്കേടെന്നൊക്കെ പറയുന്നത് ആർക്കും എപ്പോഴും ഉണ്ടാക്കാൻ കഴിയുന്ന വാദഗതിയാണ്. ഇപ്പൊ മഞ്ജുഷിന്റെ എന്റെയും വീട്ടില് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൊബൈൽ മേടിക്കുമ്പോൾ ടാക്സ് കൊടുത്തില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കെതിരെ നമ്മൾ നികുതി വെട്ടിച്ചു എന്ന് പറയാം. നമ്മളെല്ലാം വീട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം വീട്ട് കൃത്യമായ നമ്മൾ ഇത് വെച്ചാണോ രജിസ്റ്റർ ചെയ്യുന്നത്? എല്ലാവരും വീട് അണ്ടർ വാല്യൂ അല്ലേ രജിസ്റ്റർ ചെയ്യുന്നത്? എന്നിട്ട് എല്ലാവർക്കും ഇത് അറിയുകയും ചെയ്യാം. അപ്പം നാളെ ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ഭരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, ഇവൻ മനഃപൂർവ്വം നികുതി വെട്ടിച്ചു എന്ന് പറയാം. ഈ മണി ലോണ്ടറിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ഈസിയായി ആർക്കെതിരെയും പ്രയോഗിക്കാൻ കഴിയുന്ന വകുപ്പുകളിലൊന്നാണ്. ഇപ്പൊ നമ്മുടെ ഇലക്ടറൽ ബോണ്ട് എല്ലാ പാർട്ടികൾക്കും, BJP-ക്ക് 6000 കോടി കിട്ടി, തൃണമൂലിന് 1900 കോടി കിട്ടി, കോൺഗ്രസിന് 300. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിഷ്കളങ്കമായിട്ട് പറയേണ്ട കാര്യമല്ല, കൃത്യമായിട്ട് അതിൽ രാഷ്ട്രീയ തീരുമാനവും വന്നതാണ്. എമ്പുരാൻ സിനിമ തന്നെയാണ് ഇപ്പോഴത്തെ ഈ റെയ്ഡിന്റെ പശ്ചാത്തലം. ശ്രീ എൻ നന്ദകുമാർ, ഇങ്ങനെ കരുതാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. അല്ല, ഈ റെയ്ഡ് എമ്പുരാൻ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. മഞ്ജുഷ കേൾക്കാം. ഈ സിനിമയ്ക്ക് ഈ റെയ്ഡിന് സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മറിച്ച് മുൻകാലത്തുള്ള സിനിമയായിട്ട് ബന്ധമുണ്ട്. നമ്മളിപ്പോ മഞ്ഞുമൽ എന്താ ഇതിന്റെ പേര്, ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിനകത്തേക്കുള്ള വരുമാനത്തെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, അതിന്റെ വരുമാനത്തെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ട്. പല സ്ഥലത്തും നിർമ്മാതാക്കന്മാർ തിയേറ്ററുകൾ വാടകയ്ക്ക് എടുത്തു എന്നുള്ള പേര് അതിനെ സംബന്ധിച്ചുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കില്ല സ്വാഭാവികമായിട്ട്. ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചതിൽ ഈ തരത്തിലുള്ള കള്ളക്കണക്കുകൾക്ക് വലിയ പങ്കുണ്ടെന്നുള്ള പറഞ്ഞത് ഞാനൊന്നും അല്ലല്ലോ ആദ്യം പറഞ്ഞത്, സിനിമാ മേഖലയിൽ തന്നെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ന്യായമില്ലേ?
കള്ളക്കണക്കുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ സിനിമയിലെ പ്രവർത്തകരെ സംബന്ധിച്ച് ഇത് അത്യന്തം സിനിമയുടെ നടത്തിപ്പിന് ദൂഷ്യകരമാണ്. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് നടക്കുന്ന റെയ്ഡിനെ എമ്പുരാനുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എമ്പുരാന് വന്നിരിക്കുന്ന സാമ്പത്തികമായുള്ള വരുമാനത്തെക്കുറിച്ച് ആ കണക്കിനെ സംബന്ധിക്കുന്ന സംശയം സ്വയം ഉള്ളതിൻ്റെ പേരിലാണ്. ഈ സംശയമില്ലാത്തൊരു പേര് പറയേണ്ട ആവശ്യമില്ലല്ലോപ്പാ. ഇവർക്കെല്ലാവർക്കും സംശയമുണ്ട്, എന്തൊക്കെയോ കള്ളക്കണക്കുകൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരെ സംബന്ധിച്ചും സംശയമുണ്ട്. അതുകൊണ്ടാണ് അവരിത് എമ്പുരാനുമായിട്ട് കൂട്ടിക്കെട്ടാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ വിനുകിരിത്, ഇത് സിനിമയിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞ കാര്യമാണല്ലേ? ഇതിപ്പോൾ ഈ കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കുന്നുവെന്ന്, ഇത്രയും വരുമാനം സിനിമകൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്ര സിനിമകൾ വിജയിച്ചു എന്നതിന്റെ കണക്ക് പോലും പുറത്തുവിടേണ്ട ഒരു സമയമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ വന്നതാണ് അല്ലേ? അതിവിടെ ഭയങ്കര ചർച്ചയായതാണല്ലോ. സിനിമയുടെ കണക്ക് പുറത്ത് വിടും എന്ന് പറഞ്ഞപ്പോൾ വിടരുതെന്ന് കുറേ പേര് 100 കോടിയൊന്നും കളക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ചിലർ കള്ളക്കണക്കുകൾ പറയും, അഥവാ കൂടുതൽ കിട്ടിയാൽ അപ്പോൾ അത്രയും നമുക്ക് ചിലവായി എന്ന് കാണിക്കാമല്ലോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് നിജേഷ് പറഞ്ഞില്ലേ, ഞാൻ സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ അടിമയാവരുതെന്ന് പറഞ്ഞില്ലേ? ഇത് തന്നെയല്ലേ മുനമ്പത്തുകാർ നിങ്ങളോട് കരഞ്ഞ് പറഞ്ഞത്, ആരുടെ അടിമയാവരുതെന്ന് ഇല്ലേ? അപ്പോൾ അത് സത്യസന്ധമായിട്ട് പറയുമ്പോൾ അതിന് അടിമ എന്നൊന്നും പറയണ്ട. ഇവിടെ പൃഥ്വിരാജിൻ്റെ അടുത്ത് കണക്ക് ചോദിച്ചാൽ പൃഥ്വിരാജ് കണക്ക് കൊടുക്കുമായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇന്നങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂന്നേ. പൃഥ്വിരാജ് കണക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്കൊക്കെ ഇപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നു, ആ ടാക്സ് അടയ്ക്കുന്നു, അതേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കാരണം എന്താ, കൊടുത്തവർ ഇത്ര കോടി കൊടുത്തു എന്ന് പറയണു, അത്രയ്ക്കുള്ള ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ, ഉണ്ടോ, കണക്കാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ഭീഷണിയോ ഒന്നുമല്ല. പിന്നെ നേരത്തെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗോകുലം ഗോപാലിനെ എന്ത് വരുതിക്ക് കൊണ്ടുവരാൻ? അദ്ദേഹം രാജ്യദ്രോഹമൊന്നും ഇതുവരെ ചെയ്തിട്ടുള്ള ഒരാളൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് വരുതിക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് കണക്ക് പ്രകാരം വിദേശത്ത് നിന്ന് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര വന്നു, എങ്ങനെ വന്നു, അത് ചിട്ടിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് പല രാജ്യത്തു നിന്നും വന്ന പൈസ ചിട്ടി പൈസയാണ് ഇതൊക്കെ ചോദിക്കുന്നതിൽ എന്താ തെറ്റെന്നേ? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ സമയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പൃഥ്വിരാജിനും ഗോകുലത്തിനും എതിരായ കേന്ദ്ര നീക്കം എമ്പുരാൻ എഫക്റ്റോ? അതെ എന്ന് 61% പ്രേക്ഷകർ, അല്ല എന്ന് 36%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.